കേരളത്തിലെ ബുദ്ധിജീവികളും കേരളത്തിലെ രാഷ്ട്രീയക്കാരുമൊക്കെ ഹിപ്പോക്രസിയുടെ അങ്ങേയറ്റത്തെ വക്താക്കളും പ്രയോക്താക്കളുമാണ്. അവർ പറയുന്നതല്ല അവർ നടപ്പാക്കുന്നു. അവർ ഇമ്പീരിയലിസത്തിനെതിരെ പ്രസംഗിക്കും, ഇമ്പീരിയലിസത്തിൻ്റെ അടിമകളായിട്ട് മാറും. ഈ രാജ്യത്തിലെ ജനത, ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി, ഈ രാജ്യത്തെ ലോകത്തിലെ വലിയ ശക്തിയാക്കുക, അത് ഞങ്ങളുടെ സ്വപ്നമാണ്, ഞങ്ങളുടെ ആദർശമാണ്, ഞങ്ങളുടെ പ്രഖ്യാപനമാണ്, ഞങ്ങളുടെ പ്രവൃത്തിയാണ്. അപ്പോൾ വികസിത കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം BJP നേരത്തെ തുടങ്ങി. വിവാദ കേരളത്തിൽ നിന്ന് വികസിത കേരളത്തിലേക്കുള്ള ഒരു മാറ്റം നടത്തുന്നു. അപ്പോൾ ആ കേരളം ആദ്യം സാക്ഷാത്കരിക്കണം. BJPയെ സംബന്ധിച്ച്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കേരളവുമായി ബന്ധപ്പെട്ട വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തു നിൽക്കുന്ന ഒരു സമയമാണ്. കേരളത്തിലിടത്ത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് കേരളം എന്നാക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നിയമസഭയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഇടപെടലാണ്. എന്താണ് ഇത്തരം ഒരു ഇനീഷ്യേറ്റീവിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ നയിച്ചത്? അല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പൈതൃകം, പാരമ്പര്യം ഇതൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഈ ഭാരതീയ പൈതൃകത്തിലും അതിൻ്റെ സാംസ്കാരിക ധാരയിലും. ഞങ്ങളുടെ ആദർശം അതിനാൽ രൂപാന്തരപ്പെട്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ പൈതൃകത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഘടകങ്ങൾ കേരളത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളം എന്ന പേര് അതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു പേരാണ്. ദൗർഭാഗ്യവശാൽ കൊളോണിയൽ ഇമ്പീരിയലിസത്തിൻ്റെയൊക്കെ ഭാഗമായി സായിപ്പന്മാർ പണ്ടെങ്ങോ കേരള എന്ന് വിളിച്ചു, ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വിളിച്ചു. അവർക്ക് കേരളം വഴങ്ങുന്നുണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ ഈ ഇമ്പീരിയലിസത്തിനൊക്കെ എതിരെ പ്രസംഗിക്കും എങ്കിലും ഇതിനോടൊക്കെ പ്രതികരിക്കാൻ, ക്രിയേറ്റീവായിട്ട് പ്രതികരിക്കാൻ കേരളത്തിൽ പലപ്പോഴും സാധിച്ചിട്ടില്ല. എന്തായാലും ബ്രിട്ടീഷുകാർ നൽകിയ കേരളയുമായിട്ട് ഐക്യ കേരളം 70 വർഷം കടന്നുപോയി. ഐക്യ കേരളത്തിൽ അധികാരത്തിൽ വന്ന ആർക്കും ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് തോന്നിയിട്ടില്ല. ഐക്യ കേരളത്തിൽ അധികാരത്തിലിരുന്നവർ ഒരുമിച്ച് ഇന്ത്യ ഭരിച്ചു. അപ്പോഴും നമുക്ക് നമ്മുടെ കേരളത്തെ തിരിച്ചു വേണം എന്ന് തോന്നിയിട്ടില്ല. എന്തായാലും ശരി, ഞങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന് അക്കാര്യത്തിൽ വലിയൊരു പരിശ്രമം നടത്താൻ സാധിച്ചു. ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 13 BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത്. 1 മാസം പിന്നിട്ട് കഴിയുമ്പോഴേക്കും അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ക്യാബിനറ്റ് മോദിജിയുടെ അധ്യക്ഷതയിൽ കൂടി ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ കത്ത് ചർച്ച ചെയ്യുകയും കേരളയ്ക്ക് പകരം കേരളം കേരളീയന് തരികയും ചെയ്തു. അങ്ങേയറ്റം നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ഈ കേരളത്തിലെ ജനതയ്ക്കുണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഒരു കേരളീയൻ എന്ന നിലയിൽ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. താങ്കൾ പറഞ്ഞ കൾച്ചറൽ ഇമ്പീരിയലിസത്തിന്റെ അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ കേരള എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരൻ ബാക്കി വെച്ചു പോയ ഈ കൾച്ചറൽ ഇമ്പീരിയലിസത്തിന്റെ ഭാഗമാണ് ഈ വാക്കുകൾ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷവും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ ഈ കൾച്ചറൽ ഇമ്പീരിയലിസത്തിനെതിരെയും അല്ലെങ്കിൽ ചരിത്രത്തിലെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ പടപെടുത്തിയാണ്. കേരളം എന്ന് പറയുന്നതിന് സാംസ്കാരിക കേരളം എന്നാണ് പലപ്പോഴും പറയാറ്. അത്തരമൊരു ഈ സാംസ്കാരിക നായകന്മാരെയൊക്കെ എപ്പോഴും ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെയാണ് ചേർത്ത് നിർത്താറുള്ളത്. BJP അത്തരമൊരു ശ്രമം നടത്തി കാണുന്നുണ്ട്. എന്നാൽ സാംസ്കാരിക കേരളത്തിന് കേരളം എന്ന പേര് വാങ്ങിക്കൊടുക്കാൻ BJP തന്നെ വേണ്ടി വന്നു എന്നുള്ള ഒരു രസകരമായ ഒരു പശ്ചാത്തലത്തെ എങ്ങനെയാണ്? ഈ കേരളത്തിലെ ബുദ്ധിജീവികളും കേരളത്തിലെ രാഷ്ട്രീയക്കാരുമൊക്കെ ഹിപ്പോക്രസിയുടെ അങ്ങേയറ്റത്തെ വക്താക്കളും പ്രയോക്താക്കളുമാണ്. അവർ പറയുന്നതല്ല അവർ നടപ്പാക്കുന്നത്. അവർ ഇമ്പീരിയലിസത്തിനെതിരെ പ്രസംഗിക്കും, ഇമ്പീരിയലിസത്തിൻ്റെ അടിമകളായിട്ട് മാറും. സെക്കുലറിസത്തിന് വേണ്ടി വാദിക്കും, എഴുതും, മെഴുകുതിരി കത്തിക്കും,
അതോടൊപ്പം തന്നെ പ്രഖ്യാപനങ്ങൾ നടത്തും, ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തും. എന്നിട്ട് അങ്ങേയറ്റം തരം താണ വർഗീയവാദിയായിട്ട് പ്രവർത്തിക്കും. ഇതൊക്കെ മുതലാളിത്തത്തിനെതിരെ ശബ്ദിക്കും. എന്നിട്ട് മുതലാളിത്വ ദാസ്യവൃത്തി ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. അത് ഈ അടുത്ത കാലം ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക്, ഇടത് ചിന്താഗതിക്ക് സംഭവിച്ചു പോയ അപജയത്തിൻ്റെ ബാക്കി പത്രമാണ്. അത് ഈ കേരളത്തിൽ സുലഭമായിട്ട് ലഭ്യമാണ്. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്താണോ പറയുന്നത് അത് നടപ്പാക്കും. ഞങ്ങൾ ഇമ്പീരിയലിസത്തിനെതിരാണ്, ഞങ്ങൾ ദേശീയവാദികളാണ്. അത് കമ്മ്യൂണിസമാണെങ്കിലും ഫ്യൂഡലിസമാണെങ്കിലും ഇമ്പീരിയലിസമാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലിസമാണെങ്കിലും എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം, ഈ രാജ്യത്തിൻ്റെ പൈതൃകം, അതിലൂടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ആൾക്കാർക്ക് അഭിമാനത്തോട് ജീവിക്കാൻ പറ്റുന്ന ഒരന്തരീക്ഷം ഉണ്ടാക്കുക, അത് ഞങ്ങളുടെ സ്വപ്നമാണ്. ഞങ്ങളുടെ ആദർശമാണ്, ഞങ്ങളുടെ പ്രഖ്യാപനമാണ്, ഞങ്ങളുടെ പ്രവൃത്തിയാണ്. ഇതാണ് ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. വികസിത കേരളം എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് വേണ്ടി വലിയൊരു പദ്ധതി ഞങ്ങൾ മുന്നോട്ട് വെച്ചു. വികസിത തിരുവനന്തപുരം ഞങ്ങളുടെ സ്വപ്നമാണ്. ആ വികസിത തിരുവനന്തപുരം പറഞ്ഞിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞ് 29ാമത്തെ ദിവസം ജയിച്ച് BJPയുടെ മേയറും ഡെപ്യൂട്ടി മേയറും സത്യപ്രതിജ്ഞ ചെയ്ത് 29 ദിവസം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദി വന്നു തിരുവനന്തപുരത്ത്. എന്നിട്ട് പറഞ്ഞു വികസിത തിരുവനന്തപുരത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തുകാരോട് പ്രഖ്യാപിച്ചു. അതാണ് BJP. ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കും. വികസിത കേരളം ഞങ്ങളുടെ സ്വപ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ ഉയർത്തിവെക്കുന്നത് വികസിത കേരളമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തുടങ്ങിയതാണ്. വികസിത ഇന്ത്യയിൽ വികസിത കേരളമില്ലാതെ വികസിത ഇന്ത്യയില്ല. അതുകൊണ്ട് അതൊരു ദേശീയ കാഴ്ചപ്പാടിൻ്റെ ഭാഗവും കൂടിയാണ്. അപ്പോൾ വികസിത കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം BJP നേരത്തെ തുടങ്ങി. നമ്മൾ വീണ്ടും നമ്മുടെ ടോപ്പിക്കിലേക്ക് കുറച്ചുകൂടി തിരിച്ചത് ഞങ്ങൾ സംസാരിച്ചുള്ള ഈ സമയത്ത് അടുത്തടുത്ത ആശയങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന താങ്കളുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇവിടുത്തെ എതിർ പാർട്ടിക്കാർ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിരുന്നത്, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല സംസാരിക്കാൻ എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും അതേ രാജീവ് ചന്ദ്രശേഖരാണ് കേരള എന്നുള്ള വാക്ക് മാറ്റി കേരളം എന്നുള്ള മലയാളം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ആ മലയാള വാക്കിനെ അംഗീകരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിൽ ഒരു വലിയൊരു വൈരുദ്ധ്യമോ അല്ലെങ്കിൽ ഒരു തമാശയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? അല്ല, ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് പലരും അത്ഭുതത്തോടും പ്രതീക്ഷയോടും ഞെട്ടലോടും സമ്മിശ്രമായിട്ടാണ് സ്വീകരിച്ചത്. ഇവിടുത്തെ പ്രതിലോമകാരികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു ഞെട്ടലുണ്ടാക്കി. കാരണം പരമ്പരാഗതമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരുത്താണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, അദ്ദേഹം വന്നു കഴിഞ്ഞ് അദ്ദേഹം കേരളത്തിൽ BJPയുടെ പ്രസിഡൻ്റായി വന്ന അധികാരം ഏറ്റെടുത്ത അതേ ദിവസം, ഞാൻ മനസ്സിലാക്കുന്നു അത് മെയ് മാസം 24-ാം തീയതിയാണ്. ആ ദിവസം അദ്ദേഹം മാർച്ച് 24-ആണ്. മാർച്ച് 24-ാം തീയതി അദ്ദേഹം പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്ത ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് വികസിത കേരളം. അന്ന് വികസിത കേരള എന്നല്ല അദ്ദേഹം പ്രഖ്യാപിച്ചത്. കാരണം അദ്ദേഹത്തിന് മലയാളം എഴുതാൻ അറിയില്ല, മലയാളം വായിക്കാൻ അറിയില്ല, മലയാളം പ്രസംഗിക്കാൻ അറിയില്ല, മുണ്ടുടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രമുഖ നേതാക്കന്മാർ ഉൾപ്പെടെ കളിയാക്കിയ സന്ദർഭത്തിലാണ് കേരളത്തിൽ വന്ന് ചുമതലയേറ്റെടുക്കുന്ന ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് വികസിത കേരളം. അപ്പോൾ വികസിത കേരളം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വിവാദ കേരളത്തിൽ നിന്ന് വികസിത കേരളത്തിലേക്കുള്ള ഒരു മാറ്റം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കേരളം ആദ്യം സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. കാരണം അതുവരെ കേരള ആണല്ലോ. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പരിശ്രമം എന്താ? നമ്മൾ കേരള എന്നല്ലേ പറയുന്നത്, നമുക്കിത് കേരളമാക്കണ്ടേ എന്ന ചിന്തയാണ് ആദ്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകുന്നത്. ഇവിടെ അദ്ദേഹത്തെ മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് വിമർശിച്ച ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരുടെയും മനസ്സിൽ ആ ചിന്ത അന്നേ വരെ ഉണ്ടായിട്ടില്ല.
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചിന്ത ഉണ്ടായ നിമിഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയാണ്. കത്തിൽ ഒരൊറ്റ ആവശ്യം മാത്രം: കേരള എന്ന പേര് കേരളം എന്നായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്ന കത്ത് അദ്ദേഹം ജനുവരി മാസം 13-ാം തീയതി പ്രധാനമന്ത്രിക്ക് എഴുതുന്നു. എനിക്ക് സന്തോഷം തോന്നി. അടുത്ത ദിവസം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖരെ അനുമോദിച്ചുകൊണ്ട്, നന്ദി രേഖപ്പെടുത്തി അനുമോദിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഒരു മറുപടി അയച്ചു. അത് സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ശരി, രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്ര സർക്കാർ കേരളം തിരിച്ചു നൽകി. പക്ഷേ ഈ കേരളം തിരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ അഭ്യർത്ഥന പ്രകാരം നമുക്ക് തിരിച്ചു കിട്ടിയ കേരളം, ആ കേരളം തിരിച്ചു കിട്ടിയപ്പോൾ അതിനെ പ്രകീർത്തിക്കാൻ, അതിൽ സന്തോഷം രേഖപ്പെടുത്താൻ, അതിൽ അനുമോദനങ്ങൾ പറയാൻ, അതിൽ പരസ്പരം അഭിവാദ്യം ചെയ്യാൻ, ആശംസകൾ അർപ്പിക്കാൻ കേരളത്തിൽ പരമ്പരാഗത ബുദ്ധിജീവികളെ ഒന്നും കാണുന്നില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ തലക്കെട്ടിൽ ചർച്ച ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒക്കെയോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ പ്രശ്നങ്ങൾ നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി എത്ര നല്ല കാര്യം ചെയ്താലും അതിനെ പ്രശംസിക്കാൻ പാടില്ല, അതിനെ അംഗീകരിക്കാൻ പാടില്ല, അതിനെ അനുമോദിക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത, എൻ്റെ അഭിപ്രായത്തിൽ ഒരു വിഡ്ഢി ചിന്ത, അത് ഭാവിയിൽ ഈ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ബോധ്യം വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു വിഡ്ഢി ചിന്ത കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് ഈ തരുണത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ഒരു വലിയൊരു സന്തോഷകരമായ ഒരു പറ്റം സാംസ്കാരിക നായകർ മുഖം തിരികെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് അറിഞ്ഞതായി ഭാവിക്കുക പോലും ചെയ്യാത്ത സമയത്ത് കേരളത്തിലെ സ്വീകാര്യരായ ശ്രീ മധുസൂദനൻ നായർ, ശ്രീകുമാരൻ തമ്പി സാർ, ഡോക്ടർ ജോർജ് ഓണക്കോട്, പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ, ശ്രീ ചിത്തുമൂർത്തിയിടത്ത് തുടങ്ങിയ സാഹിത്യകാരന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ രാജീവ് ചന്ദ്രശേഖരനൊപ്പം പോയി കാണുന്ന ഒരു വാർത്തയും കേൾക്കുന്നുണ്ട്. ഈ പ്രതീക്ഷയുടെ ചില കിരണങ്ങൾ കേരളത്തിലുണ്ട്. ആ പ്രതീക്ഷയുടെ കിരണങ്ങളാണ് കേരളീയ പാരമ്പര്യത്തെ സംബന്ധിച്ച് അഭിമാനം കൊള്ളുന്ന, കേരളം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നുള്ളത് വളരെ അഭിമാനത്തോട് പാടി ശീലിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ ശീലിച്ച ഒരു സാംസ്കാരിക കേരളത്തിൽ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അപൂർവം ചില സാംസ്കാരിക നായകന്മാരെങ്കിലും മുന്നോട്ട് വന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ ഒരു പരിച്ഛേദമായിട്ടുള്ള ഒരു നേതൃത്വം അദ്ദേഹത്തെ കാണാനെത്തുകയും അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയും കേരളീയർക്ക് വേണ്ടി, സാംസ്കാരിക കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ആ സംഘത്തിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറ് ആ സംഘത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വി മധുസൂദനൻ നായർ സാർ ഉണ്ട്. അതുകൂടാതെ ജോർജ് ഓണക്കൂർ സാറ്, അതുപോലെ തന്നെ ഡോക്ടർ പ്രൊഫസർ എം ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് മൂത്തേടത്ത്, ഇങ്ങനെയുള്ള പ്രമുഖരാണ് ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തി. അദ്ദേഹം ചെയ്ത ആ സൽപ്രവൃത്തിയെ കേരളം ആദരിക്കുന്നു, അംഗീകരിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ശ്രീ രാജീവ് ചന്ദ്രശേഖറിനോട് അവരാവശ്യപ്പെട്ടത്, ഞങ്ങൾ പലരും പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കേരളത്തിൻ്റെയും കൂടെ ആവശ്യമാണ്, കേരളത്തിലെ 3.25 കോടി മലയാളിയുടെ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ ചെയ്തു കൊടുത്തു. അവർക്ക് തൊട്ടടുത്ത ദിവസം ഇന്ന് തന്നെ അവർക്ക് കാണാൻ സാധിച്ചു. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കുറച്ച് വെളിച്ചം കേരളത്തിലുണ്ട്. തമസോമ ജ്യോതിർഗമയ എന്നതുപോലെ തമസിൽ നിന്ന് കേരളത്തെ വീണ്ടും ജ്യോതിസിലേക്ക്, വികസനത്തിൻ്റെ ജ്യോതിസിലേക്ക് കേരളത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള ആ വെളിച്ചത്തിൻ്റെ അവശേഷിപ്പാണ് അവർ പ്രധാനമന്ത്രിയെ കണ്ടതിലൂടെ ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വികസനമില്ലാത്ത കേരളയിൽ നിന്ന് വികസിത കേരളത്തിലേക്കുള്ള ഒരു യാത്ര ഇനി പ്രകാരമായിരിക്കും.
ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് വിവാദ കേരളയിൽ നിന്ന് വികസിത കേരളത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇതുവരെ വിവാദങ്ങളുടേതായിട്ടുള്ളൊരു കേരളമാണ്. എല്ലാ വിഷയത്തിലും വിവാദം, അപവാദങ്ങൾ, അപസ്വരങ്ങൾ, അനൈക്യം, അസംതൃപ്തി, ഇതായിരുന്നു കേരളം. ഈ കേരളത്തെ വികസനത്തിൻ്റെ, ഉയർച്ചയുടെ, അതോടൊപ്പം തന്നെ ക്രിയാത്മകതയുടെ, സക്രിയതയുടെ, ഭാവാത്മകതയുടെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുക എന്ന വലിയ ദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറും ശ്രീ നരേന്ദ്രമോദിയും കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് വികസിത കേരളം. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറയുന്നത് വിവാദ കേരളയിൽ നിന്ന് വികസിത കേരളത്തിലേക്ക് BJP കൊണ്ടുപോകുന്നു കേരളത്തെ. ഇവിടെ യുവാക്കളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല. യുവാക്കൾ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യക്കടത്ത് നടത്തുന്ന, വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ഏറ്റവും കൂടുതൽ മനുഷ്യക്കടത്ത് നടത്തുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ, കേരളത്തിൽ തന്നെ ഉന്നതമായ ജോലികൾ ലഭ്യമാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാർക്ക് കുടിവെള്ളം, 30 ലക്ഷത്തോളം ആൾക്കാർക്ക് ഇന്നും കുടിവെള്ളമില്ലാത്ത നാടാണ് കേരളം. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കയറിക്കിടക്കാൻ വീടില്ലാത്ത നാടാണ് കേരളം. സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ആശുപത്രികൾ അടിസ്ഥാന സൗകര്യമില്ലാത്ത നാടാണ് കേരളം. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു, ബാറുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിൽ അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേരളം. 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ്. കടത്തിൽ നിന്ന് കരകയറ്റാൻ ഈ കേരളത്തിൽ ചില പദ്ധതികൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ നമ്മുടെ നേർക്കാഴ്ചയാണ്. ഈ കാഴ്ച മാറ്റി കേരള മാറിയതുപോലെ കേരളത്തിൻ്റെ ഈ ദുർദിനങ്ങളും മാറണം. പുതിയ കേരളത്തിൽ വികസനം ഉണ്ടാകണം. അത് ഒരു വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന് വേണ്ടിയുള്ള വലിയൊരു ബ്ലൂ പ്രിൻറ്റ് BJPയുടെ കയ്യിലുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ആ ബ്ലൂ പ്രിൻറ്റുമായിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ വിവാദങ്ങൾക്കില്ല, വർഗീയതയ്ക്കില്ല, വിഘടനവാദത്തിനില്ല, ജാതി സ്പർദ്ധയ്ക്കില്ല, പ്രാദേശിക വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കാനില്ല. ഞങ്ങൾ ഇൻക്ലൂസീവായി എല്ലാവരെയും സ്വാംശീകരിച്ചുകൊണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെയും വികസനം നടത്തുക എന്നുള്ള നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. അതിന് ശക്തി പകരാൻ കേന്ദ്ര സർക്കാർ കേരളത്തെ തിരിച്ചു തന്ന ഈ മുഹൂർത്തം ഞങ്ങളുടെ വികസിത കേരളം എന്നുള്ള സ്വപ്നത്തിന് ശക്തി പകരാൻ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മലയാളത്തെ സ്നേഹിക്കുന്ന, മലയാള ഭാഷയെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന മലയാളികളോട് ഈ ഒരു മുഹൂർത്തത്തിൽ എന്ത് പറയാൻ? നമുക്ക് അമ്മയുടെ അമ്മിഞ്ഞപ്പാലിൻ്റെ, നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ, നാഭീനാള ബന്ധത്തിൻ്റെ, ഇന്നലകളിലെ അഭിമാനങ്ങൾ, അതിൻ്റെ സംതൃപ്തി, അതിൻ്റെ സന്തോഷം, അതിൻ്റെ സംസ്കാരം അത് ഉൾക്കൊണ്ടുകൊണ്ട് AI യുഗത്തിൽ ഉത്തരാധുനികതയുടെ സർവ്വസവിശേഷതകളും സ്വായത്തമാക്കി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കേരളം നമുക്കാവശ്യമാണ്. ഈ കേരളത്തിൽ നിന്ന് നമുക്ക് ആ പുതിയ മേഖലയിലേക്ക് ഉയർന്ന് പറന്നു പോകാൻ സാധിക്കും. അതാണ് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇതൊരു അനുഭൂതിദായകമായ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കേരളം തിരിച്ചെത്തിയിരിക്കുന്നു.